ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സിൻസി സിറിൽ. ഞാൻ വരുന്നത് ആലുവ സെൻറ്റ് ആൻസ് എട്ടേക്കോ ചർച്ചിൽ നിന്നാണ്. അവിടുത്തെ ഇടവക അംഗമാണ് ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഹയർ സ്റ്റഡീസ് UK ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1 വർഷം അടുത്തായിട്ട് ഞാൻ അതിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിരുന്നു. ഞാൻ ഈ ഒരു സാക്ഷ്യം എങ്ങനെ ഇവിടെ പറഞ്ഞു തീർക്കുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ ലൈഫിൽ നടന്ന മിറാക്കിൾ ഒന്നൊന്നായിട്ട് ഞാൻ എടുത്തു പറയാനാണെങ്കിൽ ടൈം ഇത്രയും പോരാ. ആക്ച്വലി ഞാൻ ഇവിടെ 2024 ജാനുവരി 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടിയിലെടുക്കുന്നത്. അന്ന് മുതൽ ഇന്നോളം ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യം കൂടിയാണ്, അത് പറയണമല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാതാവിൻ്റെ ജീവിതത്തിൽ തന്ന ഓരോ അത്ഭുതങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല പറഞ്ഞറിയിക്കാനായിട്ട്. ഞാൻ എൻ്റെ പ്രോസസ്സിങ് ടൈം തുടങ്ങി ആ സമയം മുതൽ എനിക്ക് ഫുൾ തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു പകുതി വഴിയിൽ വരും. പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടൊന്നില്ലാത്ത കാരണങ്ങളുണ്ട് റിജക്ഷൻസ് വരും. ഒരുപാട് യൂണിവേഴ്സിറ്റി എങ്കിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസും നല്ല സ്കോളർഷിപ്പോട് കൂടി എനിക്ക് ഓഫറും തരാറുണ്ട്. ഈ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടുള്ള പീരീഡിലേക്കാണ് ഓരോ സ്ട്രഗിൾ വന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അത് ബ്രേക്ക് ആവുന്നത്. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു രീതിയിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ OETയോ IELTSO ഇല്ലാതെ യാതൊരു എനിക്കറിയില്ല ഒരു മെറിറ്റും ഞാൻ മീറ്റ് ചെയ്യാണ്ട് മാതാവിൻ്റെ ഒരാളുടെ നീലങ്കലിയുടെ സംരക്ഷണത്തിൽ ഞാനിന്ന് UK പോവുകയാണ്. ഞായറാഴ്ച രാവിലെ, മറ്റന്നാൾ. ഞാനിപ്പോൾ പോകുന്നത് ലിവർപൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നിന്നൊരു യൂണിവേഴ്സിറ്റി എനിക്ക് ഓഫർ തന്നപ്പോൾ ഒരു കണ്ടീഷണൽ ഓഫറാണ് വന്നത്. എല്ലായ്പ്പോഴത്തെയും പോലെ അതും പകുതി വഴിക്ക് വെച്ച് നിന്ന് പോകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. എനിക്കറിയത്തില്ല, മാർച്ച് മാസം 6-ാം തീയതി, കൃത്യം പറഞ്ഞാൽ മാർച്ച് മാസം കഴിഞ്ഞ മാസം 6-ാം തീയതി എനിക്ക് ഓഫർ വന്നപ്പോഴത്തേക്കും കണ്ടീഷണൽ ഓഫർ വന്നു. അത് വന്നത് സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ്, അതായത് ഈ വരുന്ന സെപ്റ്റംബറിലേക്കാണ്. അപ്പോൾ ഇനിയും സമയമുണ്ട്. ഏജൻസി പറഞ്ഞു പയ്യെ ചെയ്താൽ മതി, നമുക്ക് ടൈം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അത് കിട്ടി പോയാൽ പോയി. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കായിട്ട് വിധിച്ചതാണെങ്കിൽ എനിക്കത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് കഴിഞ്ഞ മാസം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്ടർ ഒരു മെയിൽ വരാണ്. എൻ്റെ മെയിലിലേക്ക് ഡയറക്റ്റ് ഏജൻസിയെ പോലും ടാഗ് ചെയ്യാതൊരു മെയിൽ എനിക്ക് വരികയാണ്. ആ മെയിൽ ഇങ്ങനെയായിരുന്നു: യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് എറണാകുളത്തുള്ളൊരു ഹോട്ടലിൽ വരുന്നുണ്ട്, അവിടെ ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ഞാൻ ഈ മെയിലിനെ പറ്റി ഏജൻസിയോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇങ്ങനൊരു മെയിൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏജൻസീനെ കണക്ട് ചെയ്യാതെ എങ്ങനെ വന്നു? ഞാൻ എൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ പ്രോസസ്സും ഏജൻസി ത്രൂ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. മനസ്സോടെ വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനിച്ച് ഉച്ചയോട് കൂടിയിട്ട് ആ ഒരു വെബിനാർ കംപ്ലീറ്റ് ചെയ്യും അവിടെ മീറ്റിങ്ങിൽ. അപ്പം ഞാനിവിടെ നിന്നൊരു 12:30 ആയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് മനസ്സോടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ കുറച്ച് സ്റ്റുഡൻസൊക്കെ ഉണ്ട്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് ഉണ്ട്, ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു, ഞാനാണ് ഏറ്റവും ലാസ്റ്റ് വന്ന ആൾ, ഓഫർ ഹോൾഡർ ആണോന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണെന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് എന്നെ വെൽക്കം ചെയ്തു. അവിടെ കൊണ്ട് ഷീസ് എ ഓഫർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് എന്നെ വെൽക്കം ചെയ്തു. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഓഫർ ഹോൾഡറായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്ത് വെയിറ്റിംഗ് പീരീഡ് നിൽക്കുന്ന പിള്ളേരായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെൻ്റെ ഓഫർ വാങ്ങി നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് സെപ്റ്റംബർ ഇൻടേക്ക് ആണല്ലോ, നീ എന്തുകൊണ്ടാണ് മെയ് ഇൻടേക്കിലേക്ക് നീ നോക്കായിരുന്നതെന്ന് ചോദിച്ചു. ആക്ച്വലി എനിക്കോ എൻ്റെ ഏജൻസിക്കോ അറിയില്ല മെയ് ഇൻടേക്കിലേക്ക് ആ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കിത് എന്തുകൊണ്ട് മെയ് ഇൻടേക്കിലേക്ക് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ എൻ്റെ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഓഫർ ലെറ്റർ വാങ്ങി അവർ ത്രൂ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു. വിത്തിൻ 5 മിനിറ്റ്സ് പോലും എടുത്തില്ല. എന്നോട് ഡെലിഗേറ്റ്സ് പറഞ്ഞു നിൻ്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്കത് സെപ്റ്റംബർ ഇൻടേക്കിൽ മാറ്റി മെയ് ഇൻടേക്കിലേക്ക്, അത് മെയ് 18 എൻ്റെ ക്ലാസ് തുടങ്ങും, മെയ് ഇൻടേക്കിലേക്ക് എനിക്കത് മാറ്റി തന്നേക്കാണ്. യാതൊരു അഡീഷണൽ റിക്വയർമെൻറ്റ്സും അവർ ചോദിച്ചിട്ടില്ല. IELTS ഇല്ല, OET ഇല്ല, ഒന്നുമില്ല. അവർ പറയുന്നത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമാണ് അവർ നോക്കണേ. അപ്പോഴും അവിടെ ഒരു കടമയുണ്ട്,
നമ്മുടെ ബാലൻസ് ഫീസും ലിവിങ് കോസ്റ്റും ഒക്കെ കൂടി ചേർത്തിട്ടൊരു എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ 1 month എങ്കിലും കാണിക്കണം, 28 days എങ്കിലും കാണിക്കണം. പക്ഷേ എൻ്റെ ഡെഡ് ലൈൻ അതിനോട് അടുത്തിരിക്കുക ഗ്യാസിൻ്റെ. അപ്പോൾ എനിക്ക് അവിടെയും ടൈമില്ല. അപ്പോൾ ഞാൻ ഏജൻസിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വേഗം മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ എടുത്തിട്ട് കാര്യമില്ലല്ലോ, കാരണം എനിക്ക് ഇത്രയും ടൈം വളരെ കുറവാണ്, ഞാൻ എങ്ങനെ ഇത് മീറ്റ് ചെയ്യും, ഡെഡ് ലൈൻ അടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ നടന്നതൊന്നും എനിക്കറിയില്ല. സെൻട്രലൈസ്ഡ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ തന്നെ ഒരു അക്കൗണ്ട് വേണമെന്ന് പറയുന്നു. കാനറ ബാങ്ക് നമുക്ക് ഓപ്ഷനിൽ വരുന്നു. അവിടുത്തെ മാനേജർ ഞങ്ങളോട് സംസാരിക്കുന്നു. എടിപിടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സമയച്ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു ഒരു 2 days കൊണ്ട് ഞാൻ അവിടെ പോകുന്നു, ആ ബാങ്കിൽ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. എടിപിടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ലോൺ എനിക്ക് അവർ ഓക്കെ ആക്കി തരുന്നു. അതിൻ്റെ അണ്ടറിൽ വേറെ ഒരു വെയിറ്റിംഗ് പീരീഡും ഇല്ലാതെ എൻ്റെ ക്യാഷിനുള്ള ക്യാഷ് ഷീൽഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് മാർച്ച് 6-ാം തീയതി 5-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷൻ തുടങ്ങി, ഇതെന്താവും അറിയില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തലേ ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്തും പറഞ്ഞു, മാതാവേ അതെ ഒരുപാട് എന്നെ മോഹിപ്പിച്ച് അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. എനിക്ക് ഒരുപാട് സങ്കടമായതാണ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. നേഴ്സിംഗ് ഫീൽഡിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടിലും ജോലി കിട്ടാൻ പാടാം. അപ്പോൾ ഇനി ഞാൻ മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യും? ഇവിടെ വന്നിരുന്ന് മിക്കപ്പോഴും കരച്ചിലായി, ഫ്രണ്ടിൽ ഉണ്ടാവും ഞാൻ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു അടയാളം, എനിക്ക് എല്ലാത്തിനും അടയാളം വേണം കേട്ടോ. എൻ്റെ ഫോണിലുണ്ട്, എല്ലാത്തിനും എനിക്ക് അടയാളം വേണം. ഞാൻ എന്ത് പറഞ്ഞാലും മാധവൻ എനിക്കൊരു അടയാളം. മിക്കപ്പോഴും ഹാർട്ടായിട്ടും അല്ലെങ്കിൽ ഫ്ലവറായിട്ടും അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ എനിക്ക് മെഴുകുതിരിയിൽ കാണിച്ചു തരലുണ്ട്. ഞാൻ അതെല്ലാം വീഡിയോ എടുത്തിടലും ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യലും ഉണ്ട്. അപ്പോൾ അന്ന് രാത്രി ഞാൻ പറയണു എനിക്കൊരു അടയാളം തരണമെന്ന്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറയുകയാണ്, ഒരു ഗോൾഡൻ കളറിലൊരു 7 ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വിസ തടസ്സം, പേപ്പർ വർക്ക്, ഇൻ്റർവ്യൂ, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മക്കളൊക്കെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ ഉറച്ച് വിശ്വസിച്ചു ആ അടയാളം എനിക്ക് വേണ്ടി തന്നെ ഉള്ളതാണെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ അത് എനിക്ക് വേണ്ടിയുള്ളതാവണമേ, ഞാൻ വിശ്വസിക്കുന്നു, നീ 7 ദിവസം എന്നല്ല എനിക്ക് തന്നേക്കുന്ന. അന്നേക്ക് ആ ദിവസം തുടങ്ങി 3-ൻ്റെ അന്ന്, കൃത്യം പറഞ്ഞാൽ 3-ൻ്റെ അന്ന് എനിക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്തു. ഒരു സ്റ്റുഡൻസിനും എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആർക്കും 15 ദിവസം, 20 ദിവസം, 22 ദിവസം ആ ഒരു ടൈം പീരീഡ് എടുത്തിട്ടാണ് ക്യാഷ് ലെറ്റർ ഇഷ്യൂ ചെയ്യുക. അത് ഉണ്ടെങ്കിലാണ് നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഏജൻസിക്കും അത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല, എനിക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കാര്യം, മാതാവ് ഇടപെട്ട് തുടങ്ങി എന്നെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്യിച്ചത് എന്നെ വലിയൊരു പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി വീണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടാനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ വീട്ടിൽ പലരും ഇങ്ങനെ ഇടയ്ക്ക് പറയും നടക്കോ, അല്ലെങ്കിൽ അത് ഞാൻ അപ്പോഴും പറയും, ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾ ശക്തിയാണ്. എനിക്ക് ചുറ്റും എന്ത് പ്രശ്നം വന്നാലും അതൊന്നും എന്നെ തൊടാതെ എൻ്റെ കാര്യങ്ങൾ സ്മൂത്താക്കി കൊണ്ടു കൊടുക്കാൻ പോയിടത്താണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തേക്കണം. എനിക്കൊരു പേടിയില്ല, നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങോട്ട് പറയുമായിരുന്നു. ആ ക്യാഷ് ലെറ്റർ വന്നു പിറ്റേ ദിവസം, അതായത് 6-ാം തീയതിയാണ് ക്യാഷ് ലെറ്റർ വന്നത്. 7-ഉം 8-ഉം ഹോളിഡേയ്സ് ആയിപ്പോയി. 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി എനിക്ക് ഏജൻസി വിസയ്ക്ക് വെക്കുന്നു. 11-ാം തീയതി എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി കൊച്ചിയിൽ. അങ്ങനെ 11-ാം തീയതി VFSൽ പോയി. രാവിലെ തന്നെ ഒരു 30 minutesന് താഴെ എൻ്റെ പ്രോസസ്സൊക്കെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. 12-ാം തീയതി രാത്രിയിൽ 10:48 ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിലേക്കൊരു മെയിൽ വരാം. അപ്പം എന്ത് മെയിൽ വന്നാലും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടേ മെയിൽ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഒന്ന് കുരിശം വരച്ചേക്കും ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ. അപ്പോൾ ഈ മെയിൽ വന്നപ്പോൾ ഡിസ്പ്ലേയിൽ വന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് അറിയാമായിരുന്നു മേ ബി ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ ഇരുന്ന് മെയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കിടക്കുക. കുറച്ച് നേരം ആ ഫോൺ വെച്ച് അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്നാണ് ഞാനൊന്ന് എഴുന്നേറ്റിട്ട് ഈ ഫോൺ നോക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോഴത്തേക്കും മെയിൽ വന്ന് കിടക്കേണ്ട. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അത് വിസ, അതായത് UK ഹോം ഓഫീസ് എന്നുള്ള മെയിലാണ് എനിക്ക്. എൻ്റെ വിസ ഗ്രാൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ആദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല വിസ തന്നെയാണോ. അപ്പം ഞാൻ വീട്ടിൽ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു എനിക്ക് വിസ വന്നിട്ട് ആരും വിശ്വസിക്കുന്നില്ല. ഇത് വിസയൊന്നും അല്ല, ഇത് വെറുതെയാണ്. ഞാൻ പറയില്ല ഇത് വിസയാണ്. അപ്പം തന്നെ UK എൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസ് അവിടെ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ട് സെയിം ക്യാമ്പസിൽ തന്നെ. ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്തു ഇത് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് വിസയാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു.
ഞാൻ പ്രയോറിറ്റി വിസ ഒന്നും വെച്ചിട്ടില്ല, സ്റ്റാൻഡേർഡ് വിസയാണ് കൊടുത്തത്. നോർമലി ഒരു 10 മുതൽ 15 ദിവസം വരെ അതിനും ടൈം പീരീഡ് എടുക്കുന്നതാണ്. പക്ഷേ അവിടെയും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 48 മണിക്കൂർ പോലും എടുക്കും മുന്നേ എൻ്റെ വിസ ഗ്രാൻഡ് ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാർച്ച് 31 ബർത്ത്ഡേ ആണ്. അപ്പം എനിക്കൊരു ടെൻഷനില്ലാതെ ഒരു സമ്മർദ്ദത്തിലും ഇല്ലാതെ കുറച്ച് ദിവസം എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് നിന്നിട്ട് എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ അതിനുള്ള ഒരു ഓട്ടോ എനിക്കിനി തരരുത്, എല്ലാം കൂളാക്കി കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ. ഇത് കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഞാൻ ഈ വാറൻറ്റ് ഇഷ്യൂ ഒക്കെ നടക്കുന്നത് കൊണ്ടും ഞാൻ ടിക്കറ്റ് റേറ്റ് ഒക്കെ നോക്കി. എനിക്ക് ഒരുപാട് ടിക്കറ്റ് റേറ്റ് ഒന്നും അഫോർഡ് ചെയ്യാനും പറ്റില്ല. ചെറിയ ലെവലിൽ എനിക്കൊരു ടിക്കറ്റ് എനിക്ക് അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ഈ 26-ാം തീയതി ഏപ്രിൽ 26 മറ്റന്നാളത്തേക്ക് എനിക്ക് ടിക്കറ്റും കിട്ടി. 37,500 വളരെ ചെറിയൊരു എമൗണ്ടിന് എനിക്ക് UK വരെയുള്ള ടിക്കറ്റും എനിക്ക് കിട്ടി. അപ്പോൾ എന്താ പറയുക, തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മാതാവിനെ ചില സമയങ്ങളിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത്രയും ഞാൻ വന്നിരുന്നത് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വിട്ടുകളയുന്നില്ല. ഞാൻ പത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി അങ്കമാലി KSRTC സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് മിക്കപ്പോഴും ഉച്ചയ്ക്ക് നട്ടുച്ച നേരത്ത് ബസ്സിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്താണ് എൻ്റെ പോരായ്മ, എവിടെയാണ് ഞാൻ വീണ് പോകാനുള്ള റീസൺ എന്ന് ഞാൻ മാധവനിടയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു രാത്രിക്കപ്പുറം ആ പിണക്കം പോകാറില്ല, അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം. അതിനപ്പുറം പിന്നെ ഞാൻ മനസ്സ് ഇങ്ങനെ എനിക്കുള്ളത് എനിക്ക് വിധിച്ചത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ആ മാറ്റി വെച്ച വിഹിതം ഇന്ന് മാതാവ് എനിക്ക് തന്നു. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് അമ്മയോടും ഈശോയോടും. കുറച്ച് സ്ട്രഗിൾ തന്നെങ്കിലും അതിൽ കൂടുതൽ വേറൊരു കാര്യം, ഒരു സ്റ്റുഡൻ്റായിട്ട് പോകുന്ന ഒരു വ്യക്തിക്കും അവിടെ ചെന്ന് ഒരു 2-3 മാസം സ്ട്രഗിൾ ചെയ്യാതെ ഒരു ജോലിയൊന്നും കിട്ടൽ വളരെ കുറവാണ്. അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്ത് കെയർ ഹോം ആണെങ്കിലും മറ്റേതെങ്കിലും ഒരു ഫീൽഡിൽ കിട്ടണം. പക്ഷേ ഇവിടെയും ഞാൻ ആ നാട്ടിൽ കാല് കുത്തുന്നതിന് മുന്നേ തന്നെ എനിക്കവിടെ ഒരു കെയർ ഹോമിൽ ജോലി റെഡി ആയിട്ടുണ്ട്. അതും മാതാവിൻ്റെ അനുഗ്രഹം എന്ന പോലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയുകയാണ്, ഇങ്ങനെ അവിടെ ഒരു വേക്കൻസി ഉണ്ട്, പക്ഷേ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വർക്ക് ചെയ്തത് കോഴിക്കോട് ഇക്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് ലെറ്ററും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയത്. പക്ഷെ അവർ എന്തുകൊണ്ടോ വേറൊരു ഇതും പറയാണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. എന്നോട് പറഞ്ഞു UK റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ട്രെയിനിങ്ങിന് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്റ്റഡീസിനോടൊപ്പം തന്നെ എനിക്ക് ഒരു പാർട്ട് ടൈം ജോബും അവിടെ മാതാവ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും തിരുക്കുമാരനും എൻ്റെ 1000 കോടാനുകോടി നന്ദി ഞാൻ പറയാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഇതുപോലൊരു രൂപം എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത്. എനിക്ക് ലഗേജ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്, പക്ഷേ എന്നാൽ പോലും ഞാൻ അതൊന്ന് കുറേ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു മാതാവിന് എത്രത്തോളം ആ ഒരു രൂപത്തിന് ഭാരം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് ആദ്യം ഇവിടെ വന്ന സമയത്ത് ആദ്യം ഒരു രൂപമാണ് ഞാൻ വാങ്ങി എൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് വേറെ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ളൊരു ദൈവവചനമുണ്ട്. അതുപോലെ പ്രാവർത്തികമാക്കപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. കാര്യം എനിക്ക് വേറെ ആര് എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എനിക്കെപ്പം ഒരു എൻഡ് വരുമ്പോഴത്തേക്ക് ഞാനൊരു ഡെഡ് എൻഡിലേക്ക് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ അമ്മ, എനിക്ക് സ്വർഗത്തിലൊരു അമ്മയുണ്ട്, ആ അമ്മ എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് കൃത്യസമയത്ത് ചെയ്തു തരുന്നുണ്ട്, എനിക്കൊരു മുട്ടുമില്ല. പക്ഷേ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും. ആ തടസ്സങ്ങൾ വരുമ്പം ഇപ്പം എനിക്കതറിയാം, ആ തടസ്സങ്ങൾ തരുന്ന വേറെ എന്തോ നല്ലതിന് വേണ്ടിയിട്ടാണ്. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ആ പേടിയില്ല, തീരെ പേടിയില്ല. കാരണം എന്ത് വന്നാലും ആ സൈഡിൽ കൂടി അത് പോവും, ഈ സൈഡിൽ കൂടി എൻ്റെ കാര്യങ്ങൾ അമ്മ നടത്തി തരും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന് ഈ വിശുദ്ധമായ സ്ഥലത്ത് വീണ്ടും ഒരിക്കൽ കൂടി വന്ന് നിന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എൻ്റെ ഈ അനുഭവം പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആണ്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നഴ്സിംഗ് ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തൊക്കെയും എൻ്റെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ അത്രയോളം കരുണയോടും ദയോടും കൂടിയിട്ടാണ് കെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കി ഈ പറഞ്ഞ പോലെ എന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും പബ്ലിക് സ്പോട്ടിലൊക്കെ ഞങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അത് അന്നം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുന്നിൽ കൊണ്ട് ഒരു പൊതി ചോറ് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അത് ഈശോയെ കണ്ട് ചെയ്യാൻ അത്രത്തോളം മനസ്സിൽ സന്തോഷമാണ്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളാണെങ്കിലും ഞാനിങ്ങനെ വീടുകളിൽ കൊടുക്കുന്നത് വളരെ കുറവാണ്. മിക്കപ്പോഴും കടകളിൽ ചിലപ്പോൾ പോകുന്ന വഴി ഞാൻ ബാഗിൽ എപ്പോഴും കുറച്ച് പത്രം എടുത്ത് വെക്കും. എന്നിട്ട് പോകുന്ന വഴിയിൽ എനിക്ക് തോന്നും, കാര്യം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കൃപാസനത്തെ പത്രം അത് കൊടുക്കുമ്പോൾ തന്നെ ചിലർ നെറ്റി ചുളിക്കും, ചിലർ വേണ്ടാന്ന് പറയും, ചിലർ ഉണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ നോക്കും, അവർക്കത് ആവശ്യമുണ്ടോയെന്ന് ഞാൻ മനസ്സിലാക്കിയ ശേഷം മാത്രമേ കൊടുക്കുള്ളൂ. അല്ലാതെ എല്ലാവരുടെയും കയ്യിൽ ഞാനെടുത്ത് വിതറി കൊടുക്കാറില്ല. അത് പറയുമ്പോൾ തന്നെ മാതാവിനെ പറ്റി പറയുമ്പോൾ തന്നെ അവർ നന്നായിട്ട് അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് അത് ആവശ്യമാണ്.
അപ്പം ഞാനത് കൊടുക്കും. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ഈ ഒരു പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വീണ്ടും ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് നിർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സിൻസി സിറിൽ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പരിശുദ്ധമ്മയുടെ അതിശക്തമായ ഇടപെടലുകളും സമയച്ചുരുക്കത്തിലും മെറിറ്റില്ലായ്മയിലും ലഭിച്ച വലിയ അനുഗ്രഹത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ വാക്കുകളിൽ സൂചിപ്പിച്ചു, ഒത്തിരി ദിവസം കണ്ണീരോടുകൂടി അമ്മയെ നോക്കി താൻ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട്, പരീക്ഷകൾ വിജയിക്കാത്തത് കൊണ്ട്, വിദേശത്തേക്ക് ജോലി, പഠനം അവയ്ക്ക് പോകുവാൻ ഒരു വഴി തുറക്കാത്തത് കൊണ്ട് അമ്മയെ നോക്കി കണ്ണീരോടെ പ്രാർത്ഥിച്ച ദിവസങ്ങളെക്കുറിച്ച്, ഉടമ്പടി എടുക്കുവാൻ അമ്മയുടെ ഈ സന്നിധാനത്തിൽ വരുന്ന ഓരോരുത്തരും ഭാരപ്പെട്ട മനസ്സും തളർന്ന ജീവിത സാഹചര്യങ്ങളും ഒരു വഴി കണ്ടെത്താത്ത പ്രശ്നങ്ങളുമായി അമ്മയുടെ അരികിൽ വരുന്നവരാണ്. പക്ഷേ നമ്മൾ അമ്മയുമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ആത്മബന്ധം, ഒരു വിശുദ്ധ ബന്ധം, അത് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് നാം കരുതുന്നതിലും അപ്പുറമുള്ള പരിഹാരങ്ങൾ അമ്മ നിസ്സാരമായി ഏൽപ്പിച്ചു തരുന്നത് കാണുവാൻ പറ്റും. ഈ മകള് ഈ സാക്ഷ്യം പറയുവാൻ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഇവൾ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല ഈ നാളുകളിൽ ഈ മാസങ്ങളിൽ വിദേശത്ത് പോകുമെന്ന്. അവൾ അടുത്തൊരു സെപ്റ്റംബർ, ഒക്ടോബർ കരുതി ഓരോ കാര്യവും നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ യൂണിവേഴ്സിറ്റി തന്നെ ഒക്ടോബറിലുള്ള ഇൻടേക്ക് അത് നീ ഓപ്ഷൻ മെയ്യിലേക്ക് മാറ്റുന്ന പറഞ്ഞു കൊടുത്തുകൊണ്ട് ക്രമീകരിക്കുന്നത്. സമയച്ചുരുക്കം കൃപാസന മാതാവിൻ്റെ സവിശേഷതയാണ്. അമ്മയിലാണ് ശരണപ്പെടുന്നതെങ്കിൽ, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയുടെ പ്രവൃത്തികളിലാണ് ജീവിതം വിട്ടുകൊടുക്കുന്നതെങ്കിൽ, അമ്മ നമ്മൾ പോലും അറിയാതെ കാര്യങ്ങൾ മാറ്റിമറിച്ച് അനുകൂലമാക്കി ക്രമീകരിക്കും. മകൾ പലതവണ ആവർത്തിച്ചു, ഏജൻസിക്ക് പോലും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നോ? ഓരോരോ മറുപടികളും COSഉം വിസയും ഓരോ കാര്യങ്ങളും ഇഷ്യൂവിലേക്ക് വരുമ്പോൾ ഏജൻസി പോലും അത്ഭുതപ്പെടുന്നു, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. ഇനി പോകുമ്പോഴോ അടിസ്ഥാനപരമായി വേണ്ട OET പാസ്സായിട്ടില്ല, IELTS എടുത്തിട്ടില്ല, അങ്ങനെ ഭാഷാ പ്രാവീണ്യമോ അല്ലെങ്കിൽ നേഴ്സിംഗ് പഠനത്തിൻ്റെ അതിൻ്റെ സ്കില്ല് പ്രാവീണ്യമോ അതിൻ്റെ പരീക്ഷകളൊന്നും ചോദിക്കാതെ മകളെ അവിടേക്ക് വേണ്ടി അവരെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് മെറിറ്റില്ലായ്മയിൽ. നമ്മൾ കരുതുന്നതിനും വളരെ നേരത്തെ നമ്മൾ ഒരല്പകാലം കഷ്ടപ്പെടുകയോ സഹിക്കുകയോ ഇത്തിരി മനസ്സുകൊണ്ട് ഞാൻ നന്നായി ഉടമ്പടി ജീവിച്ചിട്ടും അതെന്തേ ഫലമണിയാത്തതെന്ന് നമ്മളോട് തന്നെ 100 ആവർത്തി ചോദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കരങ്ങളിലേക്ക് അമ്മ മാതാവിനൊരു ഒരു കാര്യം വെച്ചു തരുവാൻ അത് വളരെ സുന്ദരമായി, ശ്രേഷ്ഠമായി, വിചാരിക്കുന്നതിലും മെച്ചപ്പെട്ട രീതിയിൽ കരങ്ങളിലേക്ക് വെച്ചു തരുവാൻ പദ്ധതിയുള്ളത് കൊണ്ടാണ്. മകൾ പറഞ്ഞു, അവിടെ ചെന്ന് സാധാരണ 2-3 മാസം പല ഇടങ്ങളിലൊക്കെ അന്വേഷിച്ചാണ് ഒരു താൽക്കാലിക ജോലി കണ്ടെത്തുക. ഇതിവിടുന്ന് പോകുമ്പോൾ തന്നെ അവിടെ ജോലി ക്ലിയർഡാണ്. അതിൻ്റെ 2 ആഴ്ചത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ ജോലി എടുക്കുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്യും. മാതാവ് ഒത്തിരി സംരക്ഷിച്ച്, സഹായിച്ച്, വഴിതെളിച്ച് ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് മകളെ കൊണ്ടുചെല്ലുന്നതിൻ്റെ സാക്ഷ്യമാണ് വാക്കുകളിലൂടെ പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഈ അൾത്താരയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി മക്കൾ പറയുന്ന സാക്ഷ്യമാണ് ഗോൾഡൻ 7. ഗോൾഡൻ 7ൻ്റെ പ്രത്യേകത ഒരു ഡെയിലി ബ്രെഡിൽ അച്ഛനെ ആശീർവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ സന്ദേശമാണത്. അത് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ വിഷയങ്ങൾ, ഡോക്യുമെൻ്റ് സംബന്ധമായ വിഷയങ്ങൾ, അതിൽ ആ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഒരു 7 ഗോൾഡൻ 7 കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. മകൾ പറയുന്നുണ്ട്, ആ സന്ദേശം ഡെയിലി ബ്രെഡിൽ അച്ഛനെ ആശീർവാദത്തോടെ പറഞ്ഞതിന് ശേഷം ഓരോ ദിവസം കഴിയും തോറും അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും അമ്മ മാതാവ് കൂടെ നിന്ന് സമയച്ചുരുക്കത്തിൽ ഇടപെട്ടത് മാത്രമേ കണ്ടുള്ളൂ.
48 മണിക്കൂറിനുള്ളിൽ വിസ കയ്യിൽ ലഭിക്കും വിധം എല്ലാവരും അത്ഭുതപ്പെടുന്ന വിധത്തിൽ മാതാവിൻ്റെയും ഈശോയുടെയും അതിശക്തമായ ഇടപെടലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് സങ്കടത്തിനും നിരാശയ്ക്കും യാതൊരു കാരണവുമില്ല. ഉടമ്പടിയിലാണോ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ, ഉടമ്പടി നാം വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നുണ്ടോ, അമ്മ ഈശോയിലൂടെ ഏതൊരു ജീവിത വിഷയത്തിനും തീരുമാനം തരും. നമ്മൾ പല കാര്യങ്ങളിൽ ആകുലരായിരിക്കാം, പല കാര്യങ്ങളിൽ പല പ്രഷറുകൾ നമുക്ക് സങ്കടങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതെപ്പോൾ നിങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമോ ആ നിമിഷം മുതൽ അത് സമാധാനത്തിലേക്ക്, അത് സന്തോഷത്തിലേക്ക്, അത് മാനസികമായ ഒരു ശാന്തതയിലേക്ക് ജീവിതം മാറുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഭാരപ്പെട്ട വിഷയങ്ങൾ, പ്രാർത്ഥിച്ച് കിട്ടാത്ത വിഷയങ്ങൾ, ഏറെക്കാലം ഉടമ്പടി ജീവിച്ചിട്ടും ഫലമില്ലല്ലോ എന്ന് സ്വയം സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. അമ്മ ഏറ്റെടുത്ത് ഈശോയിൽ നിന്ന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹം നേടിത്തരും. മകൾക്ക് ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കാൻ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.